നമ്മൾ ചെടികൾ വളർത്തുമ്പോഴേ ചെടികളുടെ ആരോഗ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു ചെടിക്ക് ആരോഗ്യം കുറവ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അവർക്ക് ഇഷ്ടമുള്ളത് എന്തൊക്കെയാണെന്നുള്ളത് അവർ പറഞ്ഞില്ലെങ്കിലും അവർക്ക് കിട്ടാതെ ആവണത് എന്തൊക്കെയാണെന്നുള്ളത് അവർ കാണിച്ചു തരും കേട്ടോ. നമ്മൾ അവരുടെ ഇലകൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇലകളിൽ വരുന്ന നിറവ്യത്യാസം നമുക്ക് അതിൻ്റെ സൂചനയാണ്. അത് ഓരോന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയാൽ അയണിൻ്റെ ഡെഫിഷ്യൻസി ആണോ, മാഗ്നീഷ്യം ഡെഫിഷ്യൻസി ആണോ, കാൽസ്യം ഡെഫിഷ്യൻസി ആണോ എന്നുള്ളതൊക്കെ അതിന് വരുന്ന കളർ ചേഞ്ചുകൾ, അതുപോലെ തന്നെ ഓരോ ഇലകൾക്കും വരുന്ന വ്യത്യാസങ്ങൾ, അതായത് തളിരിലെ ഇലയിലാണോ വ്യത്യാസം വരുന്നത്, അടിയിൽ പഴുകിയ ഇലകളിലാണോ വ്യത്യാസം വരുന്നത്, നടുക്കിലാണോ വ്യത്യാസം വരുന്നത്, അതുപോലെ അതിൻ്റെ വെയിൻസ് മാത്രമായിട്ടാണോ വരുന്നത്, അതൊക്കെ നമ്മളൊന്ന് ജസ്റ്റ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, ഇതൊക്കെ നോക്കുക എന്ന് പറയുന്നത് വലിയ പണിയൊന്നുമല്ല കേട്ടോ. നമ്മളെല്ലാ ദിവസവും നമ്മൾ ചെടികൾ വെച്ച് ചെടികൾ ഇഷ്ടമുള്ളവരാണെങ്കിൽ എന്നും നമ്മളൊന്ന് റൗണ്ട് ചെയ്യും. ആ റൗണ്ടിങ്ങിൽ നമുക്കിതൊന്ന് ജസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ബൈ എക്സ്പീരിയൻസ് നമുക്കിതൊക്കെ പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഇനിയുള്ള വീഡിയോസിൽ നമ്മളിതിനെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. നമ്മൾ പറഞ്ഞോണം കമൻസും സബ്സ്ക്രിപ്ഷനും നമുക്ക് കൂടി വരണം, എങ്കിലേ നമ്മൾ പറയുന്ന അറിവുകൾ കൂടുതൽ പേരിലേക്ക് എത്തുള്ളൂ. ഇത് നമ്മൾ മുൻപ് കാണിച്ചൊരു മിളക് ചെടിയാണ്, എന്നിട്ട് നമ്മളതിനെ ട്രീറ്റ്മെൻറ്റ് ചെയ്തതാണ്. എന്താണ് ചെയ്തതെന്നൊക്കെ നമ്മുടെ വീഡിയോയിൽ മുമ്പത്തെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടാൽ നമുക്കത് മനസ്സിലാക്കാനായിട്ട് പറ്റും. അതായത് കാൽസ്യം ഡെഫിഷ്യൻസി, അയൺ ഡെഫിഷ്യൻസി, മാഗ്നീഷ്യം ഡെഫിഷ്യൻസി, ഇതൊക്കെ നമുക്ക് തിരിച്ചറിയാനായിട്ട് പറ്റും. അപ്പോൾ അത് നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അതിന് അധികം കൊല്ലത്തെ എക്സ്പീരിയൻസ് ഒന്നും വേണ്ട. നമ്മൾ ഒന്നോ രണ്ടോ ചെടിയൊന്നും മെനക്കെട്ട് വളർത്തിയാൽ ബാക്കിയുള്ള ചെടികളൊക്കെ എങ്ങനെയാണ് വളർത്തേണ്ടതെന്നുള്ളത് അവർ പഠിപ്പിച്ചു തരും. അവർക്ക് ഇഷ്ടമുള്ളത് പറഞ്ഞില്ലെങ്കിലും അവർക്ക് കിട്ടാണ്ടാവണത് അവർ തീർച്ചയായിട്ടും അവർ പറയും. അതുപോലെ തന്നെ ഇലകൾ തമ്മിലുള്ള അകല വ്യത്യാസം, സൂര്യപ്രകാശം കിട്ടുമ്പോഴും കിട്ടാത്തപ്പോഴും ഉണ്ടാകുന്ന ഡിഫറൻസ്, അതായത് ചില ചെടികൾ ആണ്ട് പോവാന്ന് പറയില്ലേ, അത് ആണ്ട് പോകുന്നതിൻ്റെ കാരണം അവർക്ക് വെളിച്ചം കിട്ടണില്ല, അപ്പോൾ അവർക്ക് മതിയായ ഫുഡ് ഉണ്ടാക്കാൻ പറ്റണില്ല എന്നുള്ളതാണ്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല ആരോഗ്യമുള്ള ചെടികളെ വളർത്തിയെടുക്കാം. ചെടികളുടെ ആരോഗ്യം മെച്ചപ്പെട്ടാൽ തന്നെ അവരുടെ കേടുകളും കുറയും. അതുപോലെ തന്നെ മറ്റുള്ള പ്രാണികളുടെ ആക്രമണവും ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സുമേലേക്ക് കുറവാണ്. അപ്പോൾ ആരോഗ്യം എവിടെ ക്ഷയിക്കണോ അവിടെ തുടങ്ങും നമ്മുടെ കേടുകൾ കേട്ടോ. അപ്പോൾ ഇതുണ്ടെങ്കിലും പിന്നെ നമ്മൾ ഒന്ന് പ്രിവെൻറ്റീവ് മെഷേഴ്സ് എടുത്തു കഴിഞ്ഞാൽ, അതായത് അസുഖം വന്നിട്ട് ചികിത്സിക്കേണ്ട, അതിന് പകരം നമ്മൾ ഓർഗാനിക്കായിട്ട് കൊടുക്കുന്ന എന്തെങ്കിലുമൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ വലിയ കാര്യമായിട്ടുള്ള കേടുകളൊന്നും ആരോഗ്യമുള്ളവർക്ക് വരില്ല. അപ്പോൾ ചെടികളുടെ ആരോഗ്യമാണ് നമ്മളിനി ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ നമ്മുടെ ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ നമുക്ക് നടത്താം. നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അറിയണം എന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ.